Habibis, welcome back. അപ്പോൾ 30,000 രൂപയുടെ ബഡ്ജറ്റിൽ ഒരു കിണ്ണ ഐറ്റം ബിൽഡ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു PCക്കകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയേണ്ടത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 1080p എഡിറ്റിംഗ് ഒക്കെ ഇതിനകത്ത് ചെയ്യാൻ വലിയ വിഷയമൊന്നുമില്ല. 1080p 60 വരെയൊന്നും പോലെങ്കിൽ 30 ഫ്രെയിംസിലൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന പോലെയൊക്കെ എഡിറ്റ് ചെയ്യാം. പിന്നെ ഗെയിമിംഗ് ചെയ്യണമെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇതിനകത്ത് ഗെയിമിങ് കാര്യങ്ങളൊക്കെ നടന്നങ്ങ് പൊക്കോളും. വാലറന്റ് കളിക്കാം, GTA 5 കളിക്കാം, GTA 5 റോൾ പ്ലേ കളിക്കാം, കുഴപ്പമില്ലാതെ കളിക്കാം. പക്ഷേ സ്ട്രീം ചെയ്യാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ GTA 5 റോൾ പ്ലേ കളിക്കാൻ പറ്റും. ഇതിനകത്ത് ഒരു പ്രശ്നമില്ലാതൊക്കെ കളിക്കാം, വലിയ കുഴപ്പമില്ലാതൊക്കെ കാര്യങ്ങളൊക്കെ ഓടിപ്പോക്കോളും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വേണമെങ്കിൽ ഇതിനെ അങ്ങോട്ട് അപ്ഗ്രേഡ് ചെയ്ത് നല്ല തീ സാധനമാക്കി മാറ്റാടെ അങ്ങനെയുള്ള കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു PC ബിൽഡ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു PCക്കകത്ത് കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു PC ബിൽഡാണ്. കാര്യം 30,000 രൂപയുടെ ബഡ്ജറ്റിലെല്ലാം കൂടെയൊക്കെ കുത്തിക്കയറ്റുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ മെനക്കെട്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു PC ബിൽഡിൽ എന്തൊക്കെയാണ് നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഐറ്റംസ് എന്ന് നോക്കാം. ആദ്യം തന്നെ ഈ PCക്കകത്ത് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ AMDയുടെ Ryzen 5000 സീരീസിൽ വരുന്ന 5600G പ്രൊസസ്സറാണ്. ഇതൊരു 6 കോർ 12 ത്രെഡ് പ്രൊസസ്സറാണ്. പിന്നെ അത് ഇൻബിൽഡ് ഗ്രാഫിക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാഫിക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, 5600G യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡ് ഇതിൻ്റെ കൂടെ വെക്കാൻ പറ്റൂലെന്ന് ഭാവിയിൽ. തീർച്ചയായിട്ടും അതിനകത്ത് ഭാവിയിൽ ഗ്രാഫിക്സ് കാർഡൊക്കെ വെക്കാം. അപ്പോൾ അതിന് സൂട്ടബിൾ ആയിട്ടൊക്കെ ഉള്ള ഗ്രാഫിക്സ് കാർഡ് ഏതാണെന്നുള്ളത് പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എയർ കൂളർ കൂടെ അതിൻ്റെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൊസസ്സർ അധികം ഇരുന്ന് തിളച്ച് ചൂടായി ആവിയാവാതിരിക്കാൻ നല്ലൊരു കാര്യമാണ്. അടുത്തതിനകത്ത് ഉപയോഗിക്കുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് B550 സീരീസിൽ വരുന്ന മദർ ബോർഡാണ്. നമ്മൾ B550 യൂസ് ചെയ്യുന്നവർ വലിയ Gen 4 സപ്പോർട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. കാര്യം ഈ ഒരു പ്രൊസസ്സർ Gen 3 വരെ സപ്പോർട്ട് ചെയ്തുള്ളൂ. Gen 4 സപ്പോർട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടത്തില്ല. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ B550 ASRockൻ്റെ മദർ ബോർഡാണ്. ഇതിനകത്ത് M.NVMe സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 RAM സ്ലോട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരു മദർ ബോർഡാണ്. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഈ ഒരു മദർ ബോർഡിൽ. ഹീറ്റിംഗ് ഇഷ്യൂ അല്ല, അവരുടെ ഫീച്ചേഴ്സ് വളരെയധികം കുറവായിരിക്കുന്നേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന RAM എന്ന് പറയുന്നത് 16GB 3200 MHz റാമാണ്. എന്തായാലും 16GB ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം മുടങ്ങും. അതുകൊണ്ട് 16GB മിനിമം ഇതിനകത്ത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. 3200 MHz റാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡുവൽ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെയൊക്കെ ഭേദം. അതായത് ആ ഒരു ഗ്രാഫിക്സിൻ്റെ ഫുൾ എബിലിറ്റി കിട്ടും. സിംഗിൾ സ്റ്റിക്ക് ഉപയോഗിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഒരു 16GB ആണെങ്കിൽ ടോട്ടൽ 32 കിട്ടുന്നതായിരിക്കും. കാര്യം 2 RAM സ്ലോട്ടേ ഉള്ളൂ. അടുത്തതിനകത്ത് സ്റ്റോറേജിന് അത്യാവശ്യം നല്ല ഒരു പെടപ്പൻ സ്റ്റോറേജ് ആണ്. A-Dataയുടെ XPG Gamexൽ വരുന്ന നല്ല റീഡ് ആൻഡ് റൈറ്റ് സ്പീഡുള്ള ഒരു ഐറ്റമാണ്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്കൊക്കെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടും. 2000 മുകളിലൊക്കെ കിട്ടും റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ്. അപ്പം ഗെയിമൊക്കെ നല്ല കണ്ണ് ചിമ്മുന്ന പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ലോഡായി വരും. അപ്പോൾ ഇതിനകത്ത് അവസാനം വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 32 വരെയൊക്കെ വലിച്ച് നീട്ടാൻ പറ്റുമെങ്കിൽ 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ക്യാബിനറ്റും ചൂസ് ചെയ്യാം, ഒരു 2500 ആ റേഞ്ചിൽ വരുന്ന. അതല്ല 32 വരെ നിങ്ങൾക്ക് വലിച്ച് നീട്ടാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ PC കേസ് വിത്ത് SMBs ചൂസ് ചെയ്യുന്നത് നല്ലത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 32 വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് ഒരു നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾ കടന്ന് ഓടേണ്ടി വരും. പിന്നെ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇതിനകത്ത് ഏത് ഗ്രാഫിക്സ് കാർഡ് അടിച്ച് ഇതിനകത്ത് വെക്കാമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ AMDയുടെ RX 6600 ഇതിനകത്ത് വേണമെങ്കിൽ വെക്കാം, RTX 3050 വേണമെങ്കിൽ ഇതിനകത്ത് ഗ്രാഫിക്സ് കാർഡ് വെക്കാം, അല്ലെങ്കിൽ RTX 3060 ഇതിനകത്ത് വെക്കാം. അപ്പോൾ ഈ 3 ഗ്രാഫിക്സ് കാർഡിൽ ഏത് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. RX 6650 XT വേണമെങ്കിലും വെക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ 4 ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇതിൽ ഏത് ഗ്രാഫിക്സ് കാർഡ് വെച്ചാലും അത്യാവശ്യം നല്ല കിടിലം പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും RTX 3060 ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല പൊളപ്പനായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾക്ക് വേറെ ലെവൽ ഗെയിമിങ് അതുപോലെ തന്നെ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഭാവി അപ്ഗ്രേഡിന് ചെയ്യാൻ പറ്റുന്നത്. അതിന് 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ധാരാളമായിരിക്കും. അതിൻ്റെ ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി കാര്യങ്ങളൊക്കെ പൊക്കോളും. RTX 3060 വയ്ക്കുകയാണെങ്കിൽ 550യുടെയൊക്കെ ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 32 വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഭാവിയിൽ കിടന്ന് ഓടേണ്ടി വരുമ്പോഴേ കാര്യങ്ങളൊക്കെ പല എന്ന് പറഞ്ഞ് ഓടിക്കോളും. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ ബഡ്ജറ്റ് തീർന്നു, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് മാക്സിമം കുത്തിക്കയറ്റാൻ പറ്റിയ ഐറ്റംസ്. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ എന്തായാലും പുതിയ വല്ല കണ്ടന്റും കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോ കാണാം. അതുപോലത്തേക്കും